ഇറാനിൽ വമ്പൻ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. 10,500 കോടി ഡോളറിന്റെ മൂല്യം വരുന്ന പ്രകൃതിവാതക ശേഖരമാണ് കണ്ടെത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പ്രകൃതിവാതകമാണിതെന്നാണ് ഇറാൻ പെട്രോളിയം മന്ത്രി മൊഹ്സൻ പക്നജാദ് അറിയിച്ചത്. 7.5 ട്രില്യൺ ക്യൂബിക് അടിയിലാണ് മൊത്തം ശേഖരമുള്ളത്. പുതുതായി കണ്ടെത്തിയ പ്രകൃതിവാതക നിക്ഷേപത്തിൽ 7.5 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഇറാന്റെയും ലോകത്തെയും ഏറ്റവും വലിയ പ്രകൃതിവാതക പാടങ്ങളിലൊന്നായ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിൽ നിന്നുള്ള 15 വർഷത്തെ ഉൽപാദനത്തിന് തുല്യമാണ് പുതിയതായി കണ്ടെത്തിയ ശേഖരമെന്ന് ഇറാൻ പെട്രോളിയം മന്ത്രി പറഞ്ഞു. ഇതിൽ നിന്നും ഏകദേശം 5.7 ട്രില്യൺ ക്യൂബിക് അടി വാതകം വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. കണ്ടെത്തിയ വാതകം സ്വീറ്റ്സ് ഗ്യാസ് ഇനത്തിൽപ്പെട്ടതാണ്. ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള മാലിന്യങ്ങൾ കുറവായതിനാൽ ഇവ സംസ്കരിക്കാനും ഉൽപ്പാദിപ്പിക്കാനുമുള്ള ചെലവ് വളരെ കുറവായിരിക്കും. കൂടാതെ ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഗ്യാസ് കോണ്ടൻസേറ്റുകളും ഇവിടെയുണ്ട്. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ രാജ്യത്തെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും പ്രതിദിനം 230 മില്യൺ ക്യൂബിക് മീറ്ററോളം വാതക ഉൽപാദനം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. തകരാറിലായ എണ്ണ ഉൽപാദനം പുനഃസ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ കണ്ടെത്തൽ. അതേസമയം ഇറാൻ സമ്പൂർണ്ണ യുദ്ധത്തിലാണെന്നും പ്രതിസന്ധികളെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിരുന്നു. IRNA സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഏർപ്പെടുത്താൻ തീരുമാനിച്ച പുതിയ കടുത്ത ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്ന സാഹചര്യത്തിലാണ് പെസഷ്കിയാന്റെ പ്രസ്താവന. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ പിടിച്ചു നിൽക്കുകയാണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങളിൽ സർക്കാരിന് ലജ്ജയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ സമ്പദ് വ്യവസ്ഥ, സൈനിക രംഗം, സുരക്ഷാ മേഖല എന്നിവയിലുടനീളം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലാണ്. ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നിസ്സാരമായി പറയുന്നുവെന്നും പെസഷ്കിയാൻ പറഞ്ഞു. തുല്യതയില്ലാത്ത ഒരു യുദ്ധമാണ് ട്രംപ് വിശേഷിപ്പിച്ച സാഹചര്യത്തിൽ പോലും ഇറാൻ ഉറച്ചു നിൽക്കുകയും ഇറാൻ ജനതയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തകരുമെന്ന ശത്രുക്കൾ വിലയിരുത്തി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, പ്രതിരോധം, ഐക്യദാർഢ്യം, ഒത്തൊരുമ എന്നിവയിലൂടെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു ശക്തിയായി ഇറാനെ വളരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. ഭിന്നതയും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും അന്തിമ കരാറിലേക്കുള്ള ചർച്ചകൾ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ധാരണാപത്രം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വന്നതോടെ ചർച്ചകളെല്ലാം സ്തംഭിക്കുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിനെ പുതിയ US ഭൂപ്രദേശമായി ചിത്രീകരിക്കുന്ന ഭൂപടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ വീണ്ടും പങ്കുവച്ചു. ഓഗസ്റ്റ് 18-നും ട്രംപ് ഇതേ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. കടലിടുക്കിനെ US ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ഓഗസ്റ്റ് 15-നാണ് US പ്രസിഡന്റ് ആദ്യമായി പറഞ്ഞത്. ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇറാനും US അവകാശപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകളിലെ നാവികർ കടുത്ത ദുരിതത്തിലാണെന്നും വിവിധ മാരിടൈം ഏജൻസികൾ അറിയിച്ചു. ഒരു വശത്ത് US സേനയും മറുവശത്ത് ഇറാൻ സൈന്യവും ഉപരോധം ഏർപ്പെടുത്തിയതോടെ 100-ലേറെ കപ്പലുകളാണ് ഹോർമൂസ് യാത്രാനുമതി കാത്തുകിടക്കുന്നത്. കടലിൽ നാവികർ കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ആക്രമണ ഭീഷണികൾക്കൊപ്പം കപ്പലിലെ ആവശ്യ വസ്തുക്കൾ തീരുന്നതും ഗുരുതര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. US യുദ്ധക്കപ്പലുകളിലെ മറീനുകൾ വരെ പിടിച്ചു നിൽക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് ചരക്ക് കപ്പലുകളിലെ ജീവനക്കാരുടെ ദുരവസ്ഥ തീരാതെ തുടരുന്നത്. ഹോർമൂസിലെ താൽക്കാലിക കപ്പൽപാത സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇറാനുമായി സഹകരിച്ചാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ചർച്ചയുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ US ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാനിലേക്ക് പോവുകയാണ്. അസീം മുനീറിനൊപ്പം ഒരു ഉന്നതതല സംഘവും ഉണ്ടാകുമെന്നും ഇറാൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഹോർമൂസ് തുറക്കാൻ ഇറാൻ സന്നദ്ധമായില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക നടപടിക്ക് US തയ്യാറെടുക്കുന്നതിനിടെയാണ് പാക് സൈനിക മേധാവിയുടെ മധ്യസ്ഥ ശ്രമം. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.